അങ്ങനെ വിഴിഞ്ഞം തീരത്ത് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ ദ പോർട്ട് അറ്റ് ട്രിവാൻഡ്രത്തിന്റെ ബർത്തിൽ ആ ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ സുന്ദരി ബർത്ത് ചെയ്തിരിക്കുന്നു. MSC ഐറിന. വളരെ മനോഹരമായ കാഴ്ചകൾ, ദൃശ്യങ്ങൾ. 2 ദിവസം ഈ അതിമനോഹരി വിഴിഞ്ഞം ബർത്തിലുണ്ടാവും. കണ്ടെയ്നറുകൾ ഇറക്കാനും കയറ്റാനുമായിട്ട് 2 ദിവസം, ഇന്നു മുതൽ 2 ദിവസം. MSC ഐറിന 3-4 ദിവസം മുമ്പ് തന്നെ വന്ന് നങ്കൂരമിട്ടു. ആങ്കറേജിൽ വന്ന് പുറംകടലിൽ ഡ്രിഫ്റ്റിംഗ് മോഡിൽ നങ്കൂരമിട്ട്, പിന്നെ അത് ഡ്രിഫ്റ്റിംഗ് മോഡിലേക്ക് മാറി. കാരണം വിഴിഞ്ഞം തുറമുഖം നിന്നുള്ള കപ്പലുകൾ വന്ന് ബർത്ത് ചെയ്ത കപ്പലുകൾ മാറിയിട്ട് മാത്രമേ ഐറിനയ്ക്ക് വരാൻ കഴിയുമായിരുന്നു. അപ്പൊ ഇന്ന് ആ ചരിത്ര മുഹൂർത്തം എത്തിക്കഴിഞ്ഞു. വാട്ടർ സല്യൂട്ട് നൽകി ഐറിനയെ മലയാളി ക്യാപ്റ്റൻ വില്ലി ആന്റണി, തൃശൂർ പുറനാട്ടുകര സ്വദേശി വില്ലി ആന്റണി ക്യാപ്റ്റനായ MSC ഐറിനയെ വിഴിഞ്ഞം തുറമുഖം എതിരേറ്റു. വാട്ടർ സല്യൂട്ട്, ടഗുകളുടെ വാട്ടർ സല്യൂട്ട് നൽകി എതിരേറ്റു. അതിമനോഹരമായ ചരിത്ര നിമിഷമാണത്. അപ്പൊ പലരും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടും അല്ലാതെയും ഈ MSC ഐറിനയ്ക്ക് എന്തായി പ്രത്യേകത? MSC ഐറിന ക്ലാസ്സിൽ 6 കപ്പലുകൾ MSC കമ്പനിക്കുണ്ട്. അതിൽ ഐറിനയ്ക്ക് മാത്രം എന്താ പ്രത്യേകത ഉണ്ട്. എന്തുകൊണ്ട് ഐറിന വരുന്നത് ഒരു വാർത്തയാവും? ഇതേ സമയം ഐറിന ക്ലാസ്സിൽപ്പെട്ട 6 സഹോദരി കപ്പലുകളിൽ 2 ഇതിനകത്ത് തന്നെ വിഴിഞ്ഞത്ത് വന്നു പോയിട്ടുണ്ട്. ഇതേ പിന്നെ നീളവും വീതിയുമുള്ള വേറെ 2 കപ്പലുകൾ ഐറിന ക്ലാസ്സിൽ 6 കപ്പലിൽ 2 വന്നു പോയി. MSC മിഷേൽ കപ്പലിനിയും MSC തുർക്കിയെയും ഓൾറെഡി വിഴിഞ്ഞത്ത് വന്ന് ബർത്ത് ചെയ്തിട്ട് കണ്ടെയ്നർ ഇറക്കി കയറ്റിപ്പോയി കഴിഞ്ഞു. ചരിത്രം അന്നേ കുറിച്ചു. പക്ഷെ ഐറിന വരുന്നത് ലോകം മാരിടൈം ഭൂപടത്തിൽ വിഴിഞ്ഞത്തെ അടയാളപ്പെടുത്തുന്നതിന്റെ സെനിത്ത് പോയിന്റാണ്, ഏറ്റവും ഉയർന്ന പോയിന്റാണ്. കാരണം ഈ 6 കപ്പൽ സീരീസുകളിൽ 6 ഈ പറയുന്ന കപ്പൽ സുന്ദരിമാരിൽ സഹോദരി കപ്പലുകളിൽ ആദ്യം നിർമ്മിച്ചത് 2023 ആദ്യ നിർമ്മിത കപ്പല് MSC ഐറിനയാണ്. ഇപ്പോഴും ഈ 6 സഹോദരി കപ്പലുകളിൽ ഏറ്റവും കൂടുതൽ കണ്ടെയ്നർ കപ്പാസിറ്റി ശേഷി ഏറ്റവും കൂടുതൽ ഉള്ളത് ഐറിനയ്ക്കാണ്. മറ്റു തുർക്കിയേക്കും മറ്റേ കപ്പലിനിക്കും ഒക്കെ ചില നമ്പറുകളിൽ ചില കുറവുണ്ട്. അപ്പോൾ 24,346 കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള 4 ഫുട്ബോൾ ഗ്രൗണ്ടിനേക്കാളും വലിപ്പമുള്ള ഒരു കപ്പലാണ്, ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ് MSC ഐറിന. അപ്പൊ ഏറ്റവും കപ്പാസിറ്റിയുള്ള കപ്പൽ എന്ന നിലയ്ക്കാണ് ഈ ക്ലാസ് സീരീസിൽ അൾട്രാ ലാർജ് വെസൽസ് എന്ന് പറയുന്ന ആ ക്ലാസ്സിൽ ഐറിനയെ ഒന്നാമത് അടയാളപ്പെടുത്തുന്നത്. ഇതാദ്യമായിട്ടാണ് ഐറിന ദക്ഷിണേഷ്യയിലെ ഒരു തുറമുഖത്ത് അടുക്കുന്നത്. വേറൊരു തുറമുഖത്തും അടുക്കാൻ സാധിച്ചിട്ടില്ല. കൊളംബോയിൽ പോലും, സിംഗപ്പൂർ കഴിഞ്ഞാൽ പിന്നെ ദുബായിലെ പോർട്ടിലേക്കാണ് ഐറിന മുമ്പ് പോയിട്ടുള്ളത്. കൊളംബോയിൽ പോലും, നമ്മുടെ ഏറ്റവും കൂടുതൽ വീരവാദം മുഴക്കുന്ന കൊളംബോയിൽ പോലും അടുക്കാത്ത ഐറിനയാണ് വിഴിഞ്ഞത്ത് വന്ന് ബർത്ത് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആലോചിക്കുക, അതാണ് വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ എന്ന് പറയുന്നത്. ഇപ്പോ ഐറിനയിൽ ഇപ്പോൾ ഉള്ള കണ്ടെയ്നറുകൾ 16,045 കണ്ടെയ്നറുകളാണ് ഇപ്പോൾ ഉള്ളത്, ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം. ഇതില് 400 മീറ്റർ നീളവും 400 മീറ്റർ നീളവും 61 മീറ്റർ വീതിയും ഇപ്പൊ ഡ്രാഫ്റ്റ് ആഴം, കപ്പലിന്റെ ആഴം 16.2 മീറ്ററുമാണ്. അപ്പോ ഇവിടെ നിന്നും കണ്ടെയ്നറുകൾ കയറ്റണം, ഇവിടെ കുറെ കണ്ടെയ്നറുകൾ ഇറക്കണം ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടിൽ വിഴിഞ്ഞത്ത്. എന്നിട്ടാണ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് MSC ഐറിന പോകുന്നത് 2 ദിവസം കഴിഞ്ഞിട്ട്. ഇതിൽ മലയാളി ക്യാപ്റ്റൻ കൂടാതെ വേറൊരു മലയാളിയുണ്ട്. ബാക്കിയുള്ള 35 ക്രൂ അംഗങ്ങളിൽ ബാക്കിയൊക്കെ മറ്റ് രാജ്യത്തിലെ പൗരന്മാരാണ്. മലയാളിയായിട്ട് ഇപ്പോൾ ഉള്ളത് 1 ക്യാപ്റ്റൻ വില്ലി ആന്റണിയും, 2 കണ്ണൂർ സ്വദേശിയായ ജോലി ഇപ്പൊ നേടിയ ട്രെയിനി മോഡിൽ ജോലി ചെയ്യുന്ന അഭിനന്ദ് എന്ന കണ്ണൂർ സ്വദേശിയുമാണ് ഈ കപ്പലിലുള്ള 2 മലയാളികൾ. എന്തായാലും ഈ വരവ്, ഐറിനയുടെ വരവ് ഒരു 1.5 വരവാണ്. 3-4-5 ദിവസം ആങ്കറേജിൽ ഡ്രിഫ്റ്റിംഗ് മോഡിലൊക്കെ കാത്തു കിടക്കേണ്ടി വന്നെങ്കിലും വിഴിഞ്ഞത്തെ തിരക്ക് മൂലം ഇപ്പോൾ ബർത്ത് ചെയ്തു. പുതിയ ചരിത്രം കുറിച്ചിരിക്കുന്നു ഐറിന. ഇതിനെയൊക്കെ നമ്മൾ മീഡിയ എത്രമാത്രം നന്നായിട്ട് കവർ ചെയ്യുന്നുണ്ട്. ദേശീയ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോട് കൊടുക്കുന്നു. ഒരു ഉദാഹരണം പറയുക,
ഇന്ത്യ ടുഡേയുടെ ദേശീയ മാധ്യമ ഇന്ത്യ ടുഡേയുടെ ഇന്ത്യ ടുഡേ ചാനൽ കൊടുത്ത ഒരു ഹെഡ്ലൈനും വാർത്തയും നമ്മൾ കാണുക. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ് മലയാള മാധ്യമങ്ങൾ എന്ത് ചെയ്തു എന്ന് നമ്മൾ നോക്കുക. അതായത് വിഴിഞ്ഞം കോമ്പീറ്റിംഗ് വിത്ത് സിംഗപ്പൂർ ആൻഡ് ദുബായ്. ഇന്ത്യ ടുഡേ TV. വിഴിഞ്ഞം മത്സരിക്കുന്നത് സിംഗപ്പൂരിനോടും ദുബായിയോടുമാണ്, നോട്ട് വിത്ത് കൊളംബോ. കൊളംബോയോട് മത്സരം ഇല്ലാണ്ടായി കഴിഞ്ഞു. ഈ ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ തുറമുഖമായിട്ട് ഇത്രയും കാലം കൊട്ടിഘോഷിച്ച കൊളംബോയിൽ പോലും ഐറിന എത്താതെ ഇവിടെ പറയുന്നത് വിഴിഞ്ഞം ഐറിന എത്തിയതോടെ മത്സരിക്കുന്നത് വിത്ത് സിംഗപ്പൂർ ആൻഡ് ദുബായ് പോർട്ട്, നാളെ ഷാങ്ഹായ്. ഒരു കാര്യം കൂടി പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കാം. ദിവ്യ എസ് അയ്യർ ഫസ്റ്റ് ട്രയൽ റൺ കഴിഞ്ഞ് കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ വന്ന സമയത്ത് ഒരു ചടങ്ങിൽ ദിവ്യ എസ് അയ്യർ പ്രസംഗിച്ച് വിഴിഞ്ഞത്ത് പറഞ്ഞ വാചകങ്ങള് നമ്മൾ അറ്റ് പാർ വിത്ത് ഷാങ്ഹായ് എന്ന് പറഞ്ഞപ്പോ അതിനെ കളിയാക്കി സോഷ്യൽ മീഡിയയിലെ യൂട്യൂബിൽ വന്നിരുന്ന് തള്ളിയ കുറെ ആൾക്കാരുണ്ട്, കുറെ യൂട്യൂബ് ചാനൽ മാമന്മാരുണ്ട്. ഹോ, എന്താ ദിവ്യ എസ് അയ്യർ ഈ ഗംഭീര വാചകമടിക്കുന്നത്? എന്തടിസ്ഥാനത്തില്? വിഴിഞ്ഞ എവിടെ, ഷാങ്ഹായ് എവിടെ? ലോകത്തെ ഏറ്റവും വലിയ തിരക്കുള്ള തുറമുഖം ഷാങ്ഹായ്, രണ്ടാമത്തെ തിരക്കുള്ള തുറമുഖം സിംഗപ്പൂര്, മൂന്നാമത്തേത് റോട്ടർഡാം. അവിടെ വിഴിഞ്ഞം ആനയുടെ പുറത്ത് അണ്ണാൻ കയറിയിരുന്നിട്ട് ആനയുടെ പുറം ചൊറിഞ്ഞിട്ട് അണ്ണാൻ ആനയെ ആക്രമിച്ചു എന്ന് പറയുന്ന പോലെയൊക്കെ എന്ന് പരിഹസിച്ചവരോട് ഇപ്പൊ ചോദിക്കട്ടെ, ഞങ്ങള് ഇന്ത്യ ടുഡേ ഈ ഹെഡ്ലൈൻ കൊടുത്തപ്പോ ചോദിക്കട്ടെ, ഇതിനകം ഈ ഒരു കൊല്ലം തികയുമ്പോൾ തന്നെ, ജസ്റ്റ് മാസങ്ങൾ മാത്രം, ഒരു കൊല്ലം തികയാൻ, ഇപ്പോൾ തന്നെ കൊളംബോയെ തോൽപ്പിച്ച് സിംഗപ്പൂരിനോട് ദുബായോട് മത്സരിക്കുന്ന വിഴിഞ്ഞത്തിന് നാളെ ഷാങ്ഹായോട് മത്സരിക്കാൻ കഴിയില്ലേ? അറ്റ് എ പാർ വിത്ത് ഷാങ്ഹായ് എന്ന് ദിവ്യ എസ് അയ്യർ MD ഓഫ് വിസിൽ, വിഴിഞ്ഞ തുറമുഖത്തിന്റെ സർക്കാർ കമ്പനിയായ വിസിലിന്റെ MD പറഞ്ഞപ്പോൾ അതിനെ പരിഹസിച്ച് ആക്ഷേപിച്ചവരോട് ഇപ്പൊ ഞങ്ങൾ ചോദിക്കട്ടെ, ലെഫ്റ്റ് വോയിസ്, ഇപ്പൊ എന്ത് നിങ്ങൾക്ക് മിണ്ടാട്ടമുണ്ട്? ഇത് പുരോഗതിയാണ്, മുന്നോട്ടുള്ള കുതിച്ചുചാട്ടമാണ്, ജയന്റ് ലീപ്പിംഗ് ആണ്. ഇത് എടുത്തു ചാട്ടമാണ്, കുതിച്ചുചാട്ടമാണ്. നാളെ ലോകത്തെ ഏറ്റവും വലിയ തുറമുഖമായ ഷാങ്ഹായിയോട് മത്സരിക്കാൻ ഇന്നിപ്പോ സിംഗപ്പൂരിനോട് മത്സരിക്കാമെങ്കിൽ വിഴിഞ്ഞത്തിന് സാധിക്കുമെന്നുള്ളത് അഭിമാനത്തോടെ ഓരോ മലയാളിയും മനസ്സിലാക്കുക. വന്നിരുന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കരുത്, എന്തിലും നെഗറ്റീവ് കാണാൻ ശ്രമിക്കരുത്. യൂട്യൂബ് മാമന്മാരും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളും വിഴിഞ്ഞത്തിനെതിരെ പ്രവർത്തിക്കുന്നവര്. ഇപ്പൊ കാര്യങ്ങൾ പിടികിട്ടിയല്ലോ. ഐറിന പോയില്ല, വന്നു, ഇനി പോകും, അടുത്തതും വരും. വിഴിഞ്ഞം വളരും. അതിനൊക്കെ ക്രെഡിറ്റ് വേണ്ടവരൊക്കെ എടുത്തോട്ടെ. പക്ഷെ നമ്മൾ സത്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. വെറുതെ നെഗറ്റീവ് വാർത്തകൾ ദയവേത് കൊടുക്കരുത്. നിങ്ങൾ വിമർശിക്കുക, അധിക്ഷേപിക്കരുത്. വിമർശനം നല്ലതാണ്, അത് പോസിറ്റീവ് മോഡിൽ ചെയ്യണം, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ചെയ്യണം. വെറുതെ തകർക്കാൻ വേണ്ടി വാർത്തകൾ സൃഷ്ടിക്കരുത്, വാർത്തകൾ ഉണ്ടാക്കരുത്, യൂട്യൂബിൽ വന്നിരുന്ന് തള്ളരുത്. ഇത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. വീണ്ടും പറയാനുള്ളൂ,